എല്ലാ പേർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡെയിലി റൊട്ടീൻ എന്ന പോലെ എന്നത്തെയും പോലെ തന്നെ ഇന്നും നമ്മൾ വീടിന് പുറമെയാണ് ചോറൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ചോറ് വയ്ക്കാൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് ഏകദേശം അരി തിളയ്ക്കുന്നത് വരെ പിന്നെ പുറത്ത് തന്നെ നിന്നുള്ള ഗാർഡൻ പരിപാടികളാണ് ഇവിടെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം നമ്മുടെ ചെടികളെ ഒന്ന് പരിപാലിക്കാനും മാറ്റി നടാനും ഒക്കെ ഉള്ള ടൈം കിട്ടുന്നത്. കൂടുതലായിട്ടുള്ള ടൈം അപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നലെ നമുക്ക് കുറച്ച് പേർക്ക് കഴിഞ്ഞ ദിവസം ഇട്ട കോംബോ ഓഫറുകൾ ബിഗോണിയ ആയാലും എപ്പിസി ആയാലും കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അയച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കുഞ്ഞു ചട്ടികളൊക്കെ കാലിയിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചട്ടികളിലെല്ലാം കൊറിയർ അയച്ചു കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പുതിയ എപ്പിസികൾ നട്ടുപിടിപ്പിക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഈ പോർഷനിലെല്ലാം നമുക്ക് കാലിയായിട്ട് കിടപ്പുണ്ട്. അവിടെയൊക്കെ പുതിയ ചെടികൾ നമുക്ക് ഫില്ല് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ പണി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മദർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ എപ്പിസികൾ മദർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 180 ചട്ടിയോളം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് എല്ലാ മദർ പ്ലാന്റുകളിൽ നിന്നും തൈകൾ കട്ട് ചെയ്തെടുത്ത്, എങ്ങനെ പോയാലും ഒരാഴ്ച ഒരു ദിവസം നമുക്കൊരു 10-200 തൈ വെച്ച് കട്ട് ചെയ്യാനുണ്ടാവും. ഇതൊക്കെ അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്ക് ശരിക്കും നല്ല തൈയാവും കേട്ടോ. അപ്പോൾ ആ തൈകൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇന്ന് നമ്മളതെല്ലാം റീപോർട്ടിംഗ് ആണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ എമറാൾഡ് വെൽവെറ്റിൻ്റെ തൈകളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആയി കിടക്കുന്ന. അപ്പോൾ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും. അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിനെല്ലാം നമ്മളിന്ന് മാറ്റി നടും. അതാണ് നമ്മൾ അടുത്ത തൈ നമ്മൾ അങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവരെല്ലാം അടുത്ത ആഴ്ചത്തേക്ക് റെഡിയായി വരുന്നുണ്ട്. ഇതൊക്കെ നല്ല വെറൈറ്റികളാണ് കേട്ടോ. അപ്പോൾ നോക്കി, ഇന്ന് നമ്മൾ പൊട്ടിച്ചെടുത്ത തൈകൾ നോക്കി, നമുക്ക് ഇത്രത്തോളം തൈകളാണ് ഇന്ന് പൊട്ടിച്ചെടുത്തതെന്ന് കിട്ടിയിരിക്കുന്നത്. 100 തൈ അല്ല, ഒരു 10-200 തൈ കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് പൊട്ടിച്ചെടുത്തത്. അപ്പോൾ അതെല്ലാം നമുക്കിന്ന് നട്ടുപിടിപ്പിക്കണം. ഒത്തിരി ചട്ടികൾ കാലി ഇരിപ്പുണ്ട് നമുക്ക്, അതിലെല്ലാമായിട്ട് നമുക്കിന്ന് നട്ടുപിടിപ്പിക്കണം. അപ്പോൾ എന്തായാലും ആഴ്ച ഒരു ദിവസം നമുക്ക് എപ്പിസിയ ഒരു 10-200 തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പിസിയയ്ക്ക് ഇത്രത്തോളം വില കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഒരു വർഷം മുന്നേ വരെയൊക്കെ നമുക്ക് ഒരുപാട് ബിഗോണിയകളും നമ്മൾ ഒത്തിരി കോംബോ ഓഫറിലും എല്ലാം ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവിടെ ബിഗോണിയൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്യാനുള്ള സ്പേസ് കുറവാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടോ, ഒരു 200 ലീഫ് നമ്മൾ പ്രൊപ്പഗേഷന് കുത്തിയതായിരുന്നു. ആ 200 ലീഫ് പ്രൊപ്പഗേഷന് കുത്തിയിട്ടും നമുക്ക് കണ്ടോ ഒരുപാട് ഇലകൾ ചീഞ്ഞ് പോയിട്ടുണ്ട്. ഒത്തിരി ഇലകൾ ചീഞ്ഞ് പോയിട്ടുണ്ട്. ചീഞ്ഞ് പോവാത്ത കുറച്ച് പേരൊക്കെ കിളിർത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. എങ്കിലും കൂടുതൽ പേര് ഇതുപോലെ ചീഞ്ഞ് പോയൊക്കെയാണ്. നമുക്ക് ഉള്ള സ്പേസിൽ നമ്മൾ ബിഗോണിയ കുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റിൽ വളരെ പാടാണ് ബിഗോണിയ പിടിച്ച് കിട്ടാൻ. ഒരുപാട് പാടാണ്, പിടിച്ച് കിട്ടുന്നേ ഇല്ല. അപ്പം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പം നമ്മൾ ബിഗോണിയ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ വില കുറച്ചോ കോംബോ ഓഫറിലോ ഒന്നും കൊടുക്കാൻ പറ്റാത്തത്. എങ്കിൽ പോലും നമ്മൾ മാക്സിമം ഇതുപോലെയൊക്കെ പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ പിടിപ്പിക്കുന്ന പ്ലാന്റുകളാണ് പിന്നെ നമ്മൾ ജിഫി ബാഗിലൊക്കെ ആക്കി 40 രൂപ വെച്ച് കോംബോ ഓഫറിനൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുന്ന പ്ലാന്റുകളാണ്. കുറേയൊക്കെ നമ്മളിങ്ങനെ പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ആയിട്ട് ഒരു പരിഹാരം, ബിഗോണിയ കൂടുതൽ നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ നോക്കുന്നുണ്ട്. കുറച്ച് സ്ഥലമെല്ലാം റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടി എപ്പിസിയ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ബിഗോണിയയും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ്. പിന്നെ ചെടികൾക്ക് ഇതൊരു വില്ലനാണ് കേട്ടോ. ഈ ഒരു അട്ട കണ്ടോ, ഇത് ഒരുപാട് ചെടികളെ നശിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാധനം കയറി ഇരുന്നിട്ട് ചെടികളെ നശിപ്പിക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട്
ഒത്തിരി ചെടിയൊക്കെ അത് കംപ്ലൈൻറ്റ് വരുത്തുന്നുണ്ട്. ഇത് ഇങ്ങനെ തിന്നു തീർക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി കയറിയിരുന്ന് ഇങ്ങനെ തിന്നു തീർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ അതിനെ എടുത്ത് നശിപ്പിച്ച് കളയണം. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അത് കൃഷിക്ക് നാശനഷ്ടം വരുത്തുന്നവരല്ല എന്ന്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നോക്കുവാണെങ്കിൽ അത് ഓരോ ചെടിച്ചട്ടിയിലും കയറി ഇരുന്നിട്ട് ചെടികളെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എപ്പിസിയ ചെടികൾ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് നമ്മളിങ്ങനെ ആഴ്ച ഒരു ദിവസം വീതം നമ്മളുടെ തന്നെ പ്രൊപ്പഗേഷൻ ഒരുപാട് ചെയ്ത് ഇറക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുപോലെ ബിഗോണിയകളും വളരെ താമസിക്കാതെ തന്നെ നമ്മൾ തന്നെ മുമ്പത്തെ പോലെ പ്രൊപ്പഗേഷൻ ചെയ്ത് പ്ലാന്റുകളാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടും കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ആണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ.